ഹായ്, അങ്ങനെ നമ്മൾ അഞ്ജന ബീച്ചിലേക്ക് പതിയെ വലത് കാലെടുത്ത് ഇടത് കാലെടുത്ത് ഓടിച്ചാടി പോയിക്കൊണ്ടിരിക്കുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് ബീച്ചാണ് അഞ്ജന ബീച്ച്. ഗോവയിലെ പ്രശസ്തമായ ബീച്ചുകളിൽ ഒരെണ്ണമാണത്. ഭംഗിയുള്ള ബീച്ചുകളിൽ ഒരെണ്ണം. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ, അഞ്ജനയ്ക്ക് അടുത്താണ്. അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും ലേറ്റായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ തെറ്റ് എൻ്റെ ഭാഗത്താണ്. കാരണം ഞാൻ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ടയർഡ്നെസ്സിൽ കിടന്നൊരു അന്തമിട്ടൊരു ഉറക്കം ഉറങ്ങിപ്പോയി. ഇതുണ്ടോ, അത് ചെറിയ പെട്ടിക്കട. അതിൻ്റെ അപ്പുറത്ത് ഒരു ട്രക്കിംഗ് ഏരിയ. സൺസെറ്റ് കാണാനുള്ള ജനങ്ങളുടെ പോക്കുണ്ടോ കാണുന്നത്? കണ്ടോ? നൈസല്ലേ? ചുവന്ന് തുടുത്ത് നിൽക്കുന്നതാണോ സൂര്യൻ അസ്തമയം. പക്ഷേ നമുക്ക് അസ്തമയം കുറച്ച് അകലെന്ന് മുതൽ നമുക്കിങ്ങനെ കാണാൻ പറ്റി. അതൊരു രസം. നമ്മളടുക്കും. നമ്മളുടെ അസ്തമയം കാണാൻ പറ്റിയെന്നുള്ളതല്ല നമ്മളുടെ മസ്. നമ്മളങ്ങോട്ട് അടുക്കും എന്നുള്ളതാണ് മസ്. മസ് മസ്ഡ. From the beauty of sunset from Anjana Beach. How is it? Nice അല്ലേ? വണ്ടി റിവേഴ്സ് എടുത്ത് നമ്മളെ തോൽപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ നമ്മൾ കൈവിടില്ല. हे दोस्ती हम नहीं छोड़ेंगे, हम नहीं मेरा साथ ना തോടെങ്കി. നമ്മൾ ഇതിന് രണ്ട് വഴികളുണ്ട് എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. നമ്മളപ്പോൾ ബീച്ച് ദിസ് ആയിടുന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ബീച്ച് ദിസ് സൈഡിൽ നിന്നായതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ പയ്യെ ഇറങ്ങും. വിൽക്കാൻ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, കടകളുണ്ട്.
പുള്ളി പേടിപ്പിച്ചാണ് നമ്മളെ. പെട്ടെന്ന് വിളിച്ചിട്ട് സ്പൈസി എന്താ വേണ്ടേ വെച്ചിട്ട് വേണ്ട ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ മനോഹരമായ ബ്യൂട്ടിയുടെ അങ്ങേയറ്റത്തേക്ക് അടുത്ത വ്യൂ sorry. Can. അപ്പോൾ നമ്മൾ ഗോവയിലേക്ക് വന്നത് എന്ത് സൗന്ദര്യം ഒപ്പിയെടുക്കാനാണെന്ന് മനസ്സിലായോ? എങ്ങനെയുണ്ട് ആ സൗന്ദര്യം? നമ്മൾ കണ്ടോ? കാണാൻ പറ്റിയോ? നൈസല്ലേ? അല്ലെങ്കിൽ പറയണം, നമ്മൾ പ്രകൃതിയോട് പറയും ഇനിയും നൈസാക്കാൻ. എന്തേ പ്രകൃതിയെക്കുറിച്ചൊരു റിവ്യൂ ഒക്കെ പറയേണ്ടി വരും. मेरा साथ न छोड़ेंगे दोस्ती. वाह, ബ്യൂട്ടിക്കൊരു പര്യായമുണ്ടെങ്കിൽ അതിന് ഗോവൻ ബീച്ചുകളാണെന്ന് നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരും. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ സായനങ്ങൾ. എഴുതാത്തവൻ വരെ ഇരുന്ന് കവിതകൾ എഴുതിപ്പോകും മക്കളെ. അമ്മാതിരി സാധനമാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ? ഗോവയിൽ വരുന്നത് അടിച്ച് പൂസാവാനല്ലെന്ന്. വാഹോ വാഹോ തരിരാരോ താരിരോ दोस्ती हम नहीं छोड़ेंगे हम अगर मेरा साथ ना छोड़ेंगे.
കുറച്ചൊക്കെ തെറ്റിയാലും പാടുക തന്നെ ചെയ്യും. കാരണം സ്വർഗത്തിലും നമ്മൾ സ്വപ്നത്തിലോ. അപ്പം നമ്മൾ അങ്ങനെ ഇവിടെ ഒരു താഴേക്ക് ഇറങ്ങിയിട്ടൊരു പോയിൻ്റ് ഉണ്ട്. അതിൽ ഇറങ്ങാൻ പറ്റും, പക്ഷെ അതിലേ കൂടെ ഇറങ്ങി താഴേക്ക് ചെന്നാലോ എന്നങ്ങനെ ആലോചിക്കുന്നത്. നമ്മൾ വേറെ 2-3 വഴികളും കൂടി ഉണ്ട് അങ്ങോട്ടേ. പക്ഷെ നമ്മൾ ഇതിൽ തന്നെ ചെല്ലും. കാരണം ഇങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അഞ്ജന ബീച്ചിൽ വന്നിട്ട് ഓരോ ആംഗിളും കണ്ടില്ലെങ്കിൽ പിന്നെ എന്നാ കാര്യം? അപ്പം നമ്മൾ ഇതിലിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ആൾക്കാർ. വേണ്ട, അപ്പോൾ ഒന്നും കൂടി നമുക്ക് അടുത്ത് കാണാം ഇവിടുത്തെ കടലിൻ്റെ സൗന്ദര്യം. എത്ര കണ്ടാലും മതിയാവില്ല. കണ്ടോ സൗന്ദര്യം, കണ്ടോ എന്താ ഭംഗി നോക്കി. നല്ല പിടുത്തമുണ്ടോ? അങ്ങനെ കാലത്ത് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് നേരെ ഓടിച്ചാടി എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് ലഗേജും തൂക്കി ഫ്ലൈറ്റിൽ കയറി തിരിച്ചു വിടുന്ന ഫ്ലൈറ്റ് ഇറങ്ങി ഈ ഗോവയിൽ വന്ന് കിടന്ന് കുറച്ച് നേരം 1 മണിക്കൂർ ഉറങ്ങിപ്പോയി. കൂടുതൽ ഉറങ്ങിപ്പോയി. കാരണം ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായി, നല്ല ടയർഡുണ്ട്. പക്ഷെ ആ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് വന്നത് എന്തിനാണെന്ന് ഇപ്പം പിടുത്തം കിട്ടിയോ? അപ്പോൾ ഇതിവിടെ ഇരിക്കാനായിട്ടുള്ള സാധനങ്ങളല്ല. ഇത് വെള്ളം അടിച്ച് കയറാതിരിക്കാനും വെള്ളം അടിച്ച് കയറുമ്പോൾ ഒരു ഭംഗിയായിട്ടുള്ള ചിതറലുണ്ടാവില്ലേ, അതിനും വേണ്ടിയിട്ടാണ് ഇത് സാധനം ഇട്ടിട്ട്. ഭയങ്കര രസമാണ് ഇത്. ഇതിലൂടെ വെള്ളം അടിച്ച് കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. വേണ്ട ഒരു കുറ്റികളാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ ബ്യൂട്ടി അഞ്ജന ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും ഒരു 2-3 വീഡിയോ എങ്കിലും ചെയ്യാനുണ്ടാവും. ഇതിപ്പോൾ ഇതന്നെ ഇപ്പോൾ 2 എപ്പിസോഡാക്കി ആക്കിയിട്ടുണ്ട് വരും എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം അത്രയും ലെങ്ത് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇരുന്ന് കണ്ടില്ലെങ്കിൽ ഒരു ഇത് പറയില്ലേ. അപ്പോൾ വെറുപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ 2 വീഡിയോ ആയിട്ടിടും, ചിലപ്പോൾ ഒറ്റ വീഡിയോ ആയിട്ടിടും, പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അഞ്ജന ബീച്ചിലെ അടുത്ത ആംഗിളിലേക്ക് പോകും. ഓക്കെ, എല്ലാ പ്രാവശ്യവും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്നുള്ളതാണ്. ഇവിടെ കണ്ടു തീരില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത ആംഗിളിലേക്ക് പോകും. രസകരമായ നല്ല ബീച്ചിൻ്റെ കാഴ്ചകളുമായി, അഞ്ജന ബീച്ചിൻ്റെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിലേക്ക്. ഓക്കെ, ബൈ.